എൻ്റെ അച്ഛൻ എന്നോട് തിന്നനൊക്കെ തരും നല്ലണോ, എന്നിട്ട് ഉപദേശം ഇങ്ങനെ തുടങ്ങും. നമ്മൾ തിന്നുമ്പോൾ അല്ല ഉപദേശം പറയാം. എന്തെന്നാ എൻ്റെ അച്ഛൻ്റെ ഉപദേശം എന്നറിയോ? എൻ്റെ എല്ലാം കാലത്ത് 4-5 കിലോമീറ്റർ നടന്നിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട്, ഇത് കേൾക്കുമില്ലേ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാ? ഞാൻ എൻ്റെ അച്ഛനോട് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ പറയാം, അച്ഛൻ നിങ്ങളെന്ത് വർത്താനാണ് പറയുന്നത്? നിങ്ങൾ 4 കിലോമീറ്റർ നടന്നിട്ടുണ്ടേ അന്ന് നിങ്ങൾക്ക് ബസ്സില്ല, നിങ്ങൾ നടന്നിട്ടേ സ്കൂളിൽ പോകാൻ പറ്റും. എനിക്ക് എൻ്റെ മുന്നിൽ മേനക ബസ് വീട്ടിൻ്റെ മുമ്പിൽ നിന്നാൽ 10 പൈസ കൊടുത്താൽ അതിൽ പോവാം. അപ്പം അച്ഛൻ 4 കിലോമീറ്റർ നടന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ തത്തക്കം എന്ന് പറഞ്ഞിട്ട് ബസ്സിൻ്റെ പുറകെ നടക്കണോ? അപ്പം അച്ഛൻ പറയും, ഈറ്റയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നന്ദിയില്ലാത്ത വർഗം. അച്ഛനോട് പറയും ട്രൗസറിൻ്റെ കണക്ക് എന്നോട് പറയണ്ട. അച്ഛൻ ഒരു ട്രൗസറേ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. എനിക്ക് അച്ഛൻ 10 ട്രൗസർ വാങ്ങിച്ചു തന്നെ. എനിക്ക് അച്ഛൻ്റെ ഒരു ട്രൗസറിൻ്റെ കഥ എന്നോട് പറയണോ? ഒന്നുകിൽ അച്ഛൻ 9 ട്രൗസർ കത്തിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇന്നത്തെ തലമുറ മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ നോക്കുമ്പോൾ ഇല്ലേ, എൻ്റെ 2ാം ക്ലാസ്സുകാരനോട് എനിക്ക് ഇപ്പോഴേ പറയേണ്ട വന്ന്. എൻ്റെ അച്ഛൻ എന്നോട് 7ാം ക്ലാസ് എന്ന ഉപദേശം പറഞ്ഞെങ്കിൽ എൻ്റെ അന്തം വിട്ട രണ്ടോട് ഞാൻ ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് കുറവായിപ്പോയി. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായെന്താ അറിയോ, ഒരു തലമുറേൻ്റെ പ്രശ്നമല്ലത്. എൻ്റെ അച്ഛൻ 74ാമത്തെ വയസ്സിലാണ് ഫോണ് കാണുന്നത്. ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിലാണ് ഫോണ് കാണുന്നത്. നിങ്ങളെ മക്കളോ ജനിക്കുമേ സെൽഫി എടുത്തിട്ടാണ് വന്ന ഐറ്റികൾ. ഇത് ഐറ്റികളെ കുഴപ്പമാണോ? എൻ്റെ കുഴപ്പമാണോ? എൻ്റെ അച്ഛൻ്റെ കുഴപ്പമാണോ? ഇതൊന്നും കുഴപ്പമില്ല. എല്ലാ തലമുറയും നല്ലതായിരുന്നു. എൻ്റെ അച്ഛൻ നല്ലതായിരുന്നു, ഞാൻ നല്ലതായിരുന്നു, എൻ്റെ മോൻ നല്ലതായിരുന്നു. പക്ഷെ അവന് നല്ല രീതിയിൽ പോറ്റാൻ നിങ്ങൾക്കും എനക്കും കഴിയുമ്പോഴാണ് നല്ലൊരു കുടുംബമാവുന്നതും നല്ലൊരു മനുഷ്യനാവുന്നതും. ശരിയാണോ തെറ്റാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നല്ല രക്ഷകർത്താവാണോ? യെസ് ഓർ നോ? നിങ്ങളെ മക്കളൊക്കെ ശരിയായ പാതയിൽ തന്നെയാണോ വളരുന്നത്? ശരിയാണോ? അല്ല. എന്താ അല്ല എന്ന് പറയാൻ കാരണം അറിയോ? നമുക്ക് നമ്മളെ മക്കൾ എന്തെല്ലോ ആക്കുവാനാണ് ആഗ്രഹം. ശരിയാണോ? സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ ചങ്ങായിണ്ടല്ലോ, ഈ ഞാൻ പറഞ്ഞല്ലോ 5ാമത്തെ വയസ്സിൽ ഈറ്റകളോട് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ശീലം. നമ്മളെ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച ഒരു 1ാം സ്ഥാനം നേടിയിട്ടുണ്ടല്ലോ. എന്തിനോ അതറിയോ നിങ്ങൾ? എന്തിനോ ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്? ചൈനേനെ തോപ്പിച്ച് കൊല്ലും നമ്മള്. യെസ്, വെരി ഗുഡ്. ജനസംഖ്യയിൽ നമ്മളിപ്പോൾ ചൈനേനെയും തോപ്പിച്ച് നമ്മളാണ് 1ാം സ്ഥാനത്ത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. പക്ഷേ ഇത്ര ജനസംഖ്യ ഉണ്ടായിട്ട് എനക്കെന്താ സങ്കടം എന്നറിയുന്നത്? ഇന്ത്യയിൽ ഒരു 11 ഫുട്ബോൾ കളിക്കാരുണ്ടാക്കും നമുക്ക് പറ്റിയില്ല. നമ്മളിപ്പോൾ മെസ്സിനെ കൈമുട്ടുക, നെയ്മറെ കൈമുട്ടുക, എംബാപ്പേൻ്റെ ഫ്ലക്സും വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. എന്നാ വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? ഈ മെസ്സി എന്ന് പറയുന്ന ചങ്ങായിക്ക് 3490 കോടി റുപ്യ കൊല്ലത്തെ വരുമാനം. എത്ര? 3490. അതായത് ഒരു സെക്കൻഡിന് 540 റുപ്യ. മെസ്സി ഒരു സെക്കൻഡ് ഇങ്ങനെ കണ്ണുമുട്ടിയാലേ 540 റുപ്യ കീശയിൽ വരും. രണ്ടൂട് കണ്ണുമുട്ടിയാൽ 1080 റുപ്യ കീശ. നിങ്ങളത് കണ്ണുകൂട്ട് എന്തെന്നാ വരുന്നതെന്ന് നോക്ക് കീശയിൽ. ഈ നിൽക്കുന്ന ഏതെങ്കിലും ബാപ്പയും ഉമ്മയും പറയും അങ്ങനെ എൻ്റെ മോൻ ഫുട്ബോൾ കളിച്ച് വളരട്ടെ, ഓൻ പഠിക്കൊന്നും വേണ്ടാന്ന്? അങ്ങനെ പറഞ്ഞ മെസ്സിൻ്റെ അമ്മയാണ്, മെസ്സിൻ്റെ ഉമ്മയാണ് മെസ്സിൻ്റെ ഏറ്റവും വലിയ ദൈവം. ക്രിക്കറ്റ് ബാറ്റ് കയ്യിലേന്തിച്ചു കൊടുത്ത സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അച്ഛനാണ് സച്ചിൻ്റെ ഏറ്റവും. സച്ചിൻ ടെണ്ടുൽക്കർ ഡോക്ടറാക്കുവാനാണ് ആ അമ്മേൻ്റെ വാശി. ആ വാശി അവസാന നിമിഷം ഇപ്പോഴും ആ അമ്മേൻ്റെ മനസ്സിലുണ്ട്. സച്ചിൻ ക്രിക്കറ്റിലെ ലെജൻഡായിട്ട് പോലും ആ അമ്മ അംഗീകരിച്ചിട്ടില്ല. അമ്മ പറയുന്ന ഓനെ ഡോക്ടറാക്കണം എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, സച്ചിൻ ടെണ്ടുൽക്കർ ഡോക്ടറായിട്ടുണ്ടെങ്കിൽ ഡോക്ടറാവോ? ഓനാറ്റം പിടിച്ച് ഡോക്ടറാകുമോ നോക്കിയിട്ട് ഏതെങ്കിലും ആണിക്കുണ്ടിൽ കഞ്ചാവ് പിടിച്ച് കിടക്കുന്നുണ്ടാവോ? കാരണം ഓന് പഠിക്കാൻ കഴിയില്ല, കാരണം അവൻ ക്രിക്കറ്റിന് വേണ്ടി ജനിച്ചവനാണ്. അപ്പോൾ നിങ്ങളെ മക്കളെ 2.5 വയസ്സ് മുതൽ എന്തിൻ്റെ ലോകത്താണ് അവൻ തിളങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അവനെ ഇപ്പം നിങ്ങളെ മാത്രം പറയണ്ട, എൻ്റെ മോനെ ഞാൻ നോക്കുമ്പോൾ ഇല്ലേ, ഞാനും എൻ്റെ മോനെ നോക്കിക്കേയില്ല. ഓൻ 2ാം ക്ലാസ്സിൽ ഇപ്പോൾ ഇല്ല, ഓൻ നെഗ്ഗി വാങ്ങാം. ഞാൻ പറയും വേണ്ട, പാമ്പേഴ്സാണ് നല്ലത്. ലോകകപ്പിൽ മൂത്രമൊഴിക്കലൊരു മത്സരമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ മൂത്രമൊഴിക്കൽ ഞാൻ ശ്രമിച്ചില്ല. അത് തന്നെയാണ് എൻ്റെ പരാജയം, അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ പരാജയം. അതുകൊണ്ട് മറ്റേ പാട്ടാണെങ്കിൽ പാട്ട്, കളിയാണെങ്കിൽ കല, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പം മക്കൾ, ഞാൻ പറഞ്ഞു വന്നത് മക്കളല്ല ഈ പ്രശ്നത്തിനൊന്നും കാരണം. ആരാണ്? അവരെന്തെല്ലോ ആക്കാൻ ശ്രമിക്കുന്ന നിങ്ങളും ഞാനുമാണ്. അവിടെ ഇന്ന് മുതൽ നിങ്ങളെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരോട് സംസാരിക്കണം. അവരോട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ മക്കളോട് സംസാരിക്കുന്ന 4 വർത്താനേ പോ, പടി, കുളി. പോ, പടി, കുളി. ഇങ്ങനെ പോ പോ പോ. ആ കുട്ടീൻ്റെ എന്തെങ്കിലും പ്രശ്നം എൻ്റെ ഭാര്യ എൻ്റെ മോളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഓള് പറയുന്ന കുട്ടി ഒരു പ്രശ്നത്തിൽ ഇടപെടേണ്ട ആളല്ല. പക്ഷെ അതേസമയം ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടതിന് ശേഷം കൊറോണക്ക് സമയത്ത് ഞാൻ എൻ്റെ മോനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇല്ലേ, ഓന് നല്ല മാറ്റമുണ്ട്. ഞാൻ എനിക്ക് എത്ര ശമ്പളം കിട്ടുന്ന എൻ്റെ 2ാം ക്ലാസ്സിലെ മോനോട് ചോദിച്ചവൻ പറഞ്ഞു തരും എനിക്ക് എത്ര ശമ്പളം ഉണ്ട്, എനിക്ക് എത്ര ലോൺ ഉണ്ട്, എത്ര കുറിയുണ്ട്, എനിക്ക് എന്തെല്ലാം സൂക്കേട് ഉണ്ടെന്ന് ഇപ്പം എൻ്റെ മോനോട് ചോദിച്ചവൻ പറഞ്ഞു തരും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മക്കൾ അങ്ങനെ പറഞ്ഞു തരുമോ? പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമല്ല കേട്ടോ. ഓള് ഒരു ഞാൻ പറയും ഇത് എൻ്റെ മോനോടല്ലാണ്ട് പിന്നെ അങ്ങോട്ടല്ല മോനോട് പറയാൻ പറ്റുമോ? എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മോനല്ലേ മനസ്സിലാക്കേണ്ടത്, എൻ്റെ കൂടെ നിൽക്കേണ്ടത് അവനല്ലേ. ഇപ്പോൾ ഓക്കും ചെറുങ്ങനെല്ലാം കാര്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ മോനെ ചില കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ പറയുമോ, ഞാൻ ഓനെ ഇത് ബോധ്യപ്പെടുത്താൻ വല്ലാണ്ട് ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 22-ാം തീയതി എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. ഞാൻ നിങ്ങൾ എന്തിനാ തുന്നിയ ചെരുപ്പിടുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയടാ പൈസ തീർന്ന്, എൻ്റെ അമ്മക്ക് 2500 കല്യാണത്തിന് 3000 എല്ലാം കൊടുത്തപ്പോൾ പൈസ തീർന്നില്ല, നമുക്ക് ഈ മാസം പൈസ ഉണ്ടോ? 1-ാം തീയതി വരെ പൊട്ടാതെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓൻ എന്നോട് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ, അച്ഛാ നൂല് ചാടല്ല. ഞാൻ ചോദിച്ചു എന്തിനാ? എൻ്റെ ബാഗിൻ്റെ മൂല എന്നിട്ട് ജൂൺ മാസം എനിക്കൊരു പുതിയ ബാഗ് വാങ്ങിയാലേ, എനിക്ക് പുതിയ ബാഗും എന്നായി എല്ലാം ആയില്ലേ അച്ഛാന്ന് പറഞ്ഞപ്പില്ലേ, എൻ്റെ കണ്ണ് അവനിൽ നിന്നും മാറ്റി ഞാൻ തിരിച്ചു പിടിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണിന്ന് 2 തുള്ളി കണ്ണുനീരങ്ങ് വീണു. എന്തിനാ കണ്ണുനീര് വീണേന്നറിയോ? ഒരു 2 വയസ്സുകാരൻ ഒരച്ഛൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിലും വലിയൊരു ഭാഗ്യം ഒരു അച്ഛന് കിട്ടാനുണ്ടോ? ഉണ്ടോ? ഞാൻ ഓനെ കെട്ടിപ്പിടി, എൻ്റെ മോൻ ബാഗ് മൂല കീറിയ ബാഗും കീറി സ്കൂളിൽ പോവില്ല, പഠിപ്പ് നിർത്തിയാലും ഇല്ലേ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് അതാ പാരമ്പര്യം, അഭിമാനം. അപ്പോൾ പറഞ്ഞ് ഓൾ എന്നോട് അന്നേരം പറഞ്ഞതെന്നറിയാം, എനക്കത്ര നല്ല വന്നിക്കേനു, മറ്റോൻ വന്നിക്കേനു, ഇവൻ വന്നിക്കേനു. മക്കളുടെ ബാഗ് മൂല കീറിയതിനും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നിങ്ങളോട് നിൽക്കും. ഞാൻ മരിക്കാതിരിക്കും. ഇപ്പം നിങ്ങൾ 2-3 വാർത്തകൾ, കേരളത്തിലെ 2-3 വാർത്തകൾ കേട്ടോ. നിങ്ങളിവിടെ നമ്മളെ വോട്ട് മുങ്ങിയപ്പോൾ നിങ്ങൾ എന്താണ്, ഒരു കുടുംബം എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പാവം 22 ആളുകൾ അനാഥമായി പോയി എന്നല്ലേ തോന്നിയാണെങ്കിൽ നിങ്ങളെ മക്കൾ നീന്തൽ പഠിച്ചോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? നിങ്ങൾ മക്കളും ഒരു ദിവസം ബോട്ടിൽ പോകുമെന്നും ഏതെങ്കിലും ഒരു വാട്ടർ പാർക്കിൽ പോകുമെന്നും ആ പാർക്കിൽ ആ കുട്ടി അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്നും എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ മനസ്സങ്ങനെയാണ്. നമ്മളെ പരിശോധിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് നിങ്ങളെ തലച്ചോറ് പൂർണ്ണമാവുന്നത്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം 12 വയസ്സുകാരൻ ഫാനുമ കെട്ടി തൂങ്ങി മരിച്ചില്ലേ? വാർത്ത വായിച്ചോ നിങ്ങൾ പത്രത്തിൽ? നിങ്ങൾക്ക് എന്താ തോന്നിയത്? പോലീസ് ആ ബോഡി എടുത്ത് പരിശോധിച്ചോ? അവൻ്റെ കീശയിൽ നിന്ന് കിട്ടിയ കടലാസിലെ വാക്കുകൾ നിങ്ങൾ വായിച്ചോ? ഓൻ എന്തിനാ മരിച്ചതെന്ന് ഓൻ എഴുതി വെച്ചിട്ടുണ്ട്. 12 വയസ്സുകാരൻ അവൻ്റെ കീശയിൽ നിന്ന് കിട്ടിയ കടലാസിൽ ഓൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഞാൻ മരിക്കുകയാണ്. എൻ്റെ അക്വേറിയത്തിലെ മീൻ മരിച്ചു പോയതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ മരിക്കുന്നത്. ഓനൊരു അക്വേറിയം ഉണ്ട് പോലും, അതിലൊരു മീനുണ്ടായിരുന്നു പോലും, ആ മീന് മരിച്ചുപോയി പോലും. അത് സങ്കടം താങ്ങാനാവാതെ ഫേനുമ കെട്ടി മരിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കുടുംബത്തിൽ അംഗം എന്ന രീതിയിൽ നിങ്ങൾ എന്താ ചിന്തിച്ചത്? ആ കുട്ടിയുടെ മനസ്സിൽ ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പാപ്പയേക്കാൾ, കാരണവനേക്കാൾ മൂല്യമുണ്ടായിരുന്നു ആ മീനിന് എന്നല്ലേ അർത്ഥം? അന്തം വിട്ട ബുദ്ധിയുള്ള ഈ കുട്ടിക്ക് സാന്ത്വനമാവാൻ എന്താ ഉപ്പക്കും ഉമ്മയ്ക്കും രക്ഷകർത്താക്കൾക്കും കഴിഞ്ഞില്ല? നിങ്ങളെ മക്കൾക്ക് അങ്ങനെ സാന്ത്വനമാവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങളെ മക്കൾ ഏതെങ്കിലും മീൻ ചത്തുപോയാൽ ചാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇന്ന് മുതൽ ചിന്തിച്ചോളി, ഈറ്റയുടെ മനസ്സ് അത്രയും ലോലമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പത്രം വായിച്ചു. നിങ്ങൾ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ, കൊയിലാണ്ടിക്കാടുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചങ്ങായി പെട്രോൾ കൊളുത്തിയിട്ട് അങ്ങ് തീ കൊളുത്തി മരിക്കാൻ ശ്രമിച്ചു. പെട്രോൾ കൊളുത്തി തീ കൊളുത്താൻ മരിച്ചപ്പോൾ ഭാഗ്യത്തിന് പോലീസൊന്നും ഇത് കണ്ടില്ല കേട്ടോ. അതിലൂടെ പോന്ന ഫയർഫോഴ്സ് ഏതോ കൊപ്പരക്കളത്തിന് തീ പിടിച്ചിട്ട് ഫയർഫോഴ്സ് പോക്ക് പോകുമ്പോൾ കൊയിലാണ്ടിന്ന് ഒരുത്തൻ കത്തുന്നു, പിടിച്ചെടുത്ത് വെള്ളം ഓന്. അതുകൊണ്ട് ഓൻ മരിച്ചില്ല. അവസാനം പോലീസ് ചോദിച്ചു, അല്ല ബാഹ്യ ഇനി എന്തിനാ മരിക്കാൻ ശ്രമിച്ചെന്ന്. ഓൻ പറയാ, എന്നെ ഒരു പെണ്ണ് ചതിച്ചു. ഞാൻ ചോദിച്ചു, പെണ്ണ് ചതിച്ചതിന് ഇനി കണ്ണൂരിൽ ഇനി വന്നിട്ട് കൊയിലാണ്ടി തീ കൊളുത്തണോ? ഓൻ പറഞ്ഞ അതിനല്ല, ഓളെ 2ാമത്തെ കാമുകൻ ഓളയും കൂട്ടിയിട്ട് കൊയിലാണ്ടി വന്നിട്ടുണ്ട്, അതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ മരിക്കുന്നതെന്ന്. ഒന്ന് ആലോചിച്ചോക്ക്. ഒരു ചെക്കൻ ഒരുത്തീനെ വേണ്ടാന്ന് പറഞ്ഞാൽ ഓൻ മരിക്കണോ? പൊട്ടെ. ഞാൻ ചിന്തിച്ചെന്താ, അങ്ങനെയാണെങ്കിൽ ഞാൻ 132 കൂടി മരിക്കേണ്ടി വരുമായിരുന്നു. എൻ്റെ നാട്ടുകാരൻ ആണ് എൻ്റെ കൂടെ ഉള്ളത്, ഭാഗ്യവതി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 1ാമത്തെ കല്യാണം കഴിയുമ്പോൾ മുടങ്ങിയതോടുകൂടി എനക്കും ഇങ്ങനെ തൂങ്ങി മരിക്കാനൊക്കെ തോന്നിയിരുന്നു കേട്ടാ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എക്സ്പീരിയൻസിലെ കാര്യം മാത്രം നിങ്ങളോട് ഷെയർ ചെയ്തുള്ളൂ. ഞാൻ എൻ്റെ ഫേഷ്യലിൻ്റെ പൈസയും കാറിൻ്റെ പൈസയും തളിപ്പറമ്പ് പോയ പെണ്ണിനൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് എൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ഫോണ്, ഇത് ശരിയാവില്ല എന്ന്.
എൻ്റെ ഫേഷ്യൽ മുഴുവൻ പോയി, 2500 ആടിയും പോയി, ജീപ്പിൻ്റെ പൈസയും പോയി, സകല സങ്കടവും സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ഞാൻ മരിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇല്ലേ, പുറത്തൊരു തട്ട. ഞാൻ നോക്കുമ്പോൾ ആരാ തട്ടിയെന്നറിയോ? എൻ്റെ അച്ഛൻ. തട്ടിയിട്ട് മൂപ്പറെന്താ പറഞ്ഞതെന്നറിയോ? സാരയില്ലടാ, പോട്ടെ, ഇത്രയും നല്ല മനസ്സിൽ എനിക്ക് ഇന്ന ഓക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അവള് പോയി പണ്ടാരടങ്ങട്ടെ, എനിക്ക് എടിയോ ഈലും നല്ലത് കാത്തു വെച്ചിട്ടുണ്ട് എന്ന് അച്ഛൻ പുറത്ത് കെട്ടി പറഞ്ഞപ്പോൾ ഉളുപ്പില്ലാണ്ടില്ലേ, അതുവരെ ഞാൻ മരിക്കുന്നു പറഞ്ഞ തീരുമാനങ്ങളെല്ലാം പുനഃപരിശോധിച്ചു. ഉളുപ്പില്ലാണ്ട് പിന്നെയും പെണ്ണ് കാണാൻ പോയി. 130 പെണ്ണ് പിന്നെയും കാണാൻ പോയില്ലേ. ആ സഹിഷ്ണുതക്ക് കാരണം ആരാ? തങ്കപ്പെട്ട നട്ടലുള്ള എൻ്റെ മനസ്സറിയാവുന്ന ഒരു അച്ഛനാണ്. അങ്ങനെ ആയിരിക്കണം. ഞാൻ അങ്ങനെ ആവാനുള്ള ഒരു അച്ഛനാവാനാണ് എൻ്റെ ശ്രമം. എന്നെ തിരുത്താൻ, എന്നെ ശാസിക്കാൻ, എന്നെ ഉപദേശിക്കാൻ പ്രാപ്തിയുള്ള എൻ്റെ അച്ഛനുണ്ടായിരുന്നു, എൻ്റെ മാഷന്മാരുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ മകനെ ഉപദേശിക്കാൻ എനിക്ക് കഴിയണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും.